പ്രിയ എന്ന് വെച്ചാൽ മോളെ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, രാത്രി ലൈറ്റ് നോക്കാം. അങ്ങനെ റെസ്റ്റ് എടുത്താൻ തുടങ്ങി. രാത്രി എന്ത് മമ്മി, സോറി അതൊന്നും വേണ്ട പറഞ്ഞേക്ക് പ്രിയ. ഈ അച്ഛൻ്റെ ഒരു അമ്മയുടെ ഒരു ടെൻഷൻ. ഈ മാരേജ് നടന്നു. ഫ്രണ്ട് പറയാം, എടി ഹലോ മച്ചി, മാരേജ് മൊത്തം നടന്നു. അപ്പോൾ ഫസ്റ്റിനായിട്ട് ഇന്ത്യയിലെന്ത് അതൊന്നും നടന്നില്ല. അത് ഞാൻ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യൻസും മാരേജും നടന്നൂടി മച്ചി. ശരിയടി, ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷൻ അത് മറ്റെന്താ ഓടി എടി മച്ചി പറഞ്ഞേക്ക്, ടെൻഷനൊന്നും ആവണ്ട. ശരി. അങ്ങനെ പാൽ കൊടുത്തയച്ചു. ഇത്ര ഒരു പാലാ, എന്താ ചെയ്ത് ഇത്ര ഒരു പാത്രം? മിൽക്ക് പോച്ച. അങ്ങനെ റൂമിൽ വന്നു. റൂം ഡോർ തുറന്നു. സുഖ തുറന്നു. തോന്നോ ഒരു ചെയ്തു. ഡോർ ലോക്കിട്ടു. ലോക്കിട്ടു. മസുള്ളി കയറിയാൻ തുടങ്ങി. 6 പാലെടുത്തു. എന്താ 7 പാൽ കുടിക്കാം? എനിക്കൊന്നും വേണ്ട. ജങ്കൊക്കെ എടുത്ത് പാൽ കുടിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് എല്ലാവർക്കും പാൽ എന്തെങ്കിലും നടക്കുന്നത്. അങ്ങനെ ജങ്കൊക്കെ മൊത്തം പാൽ എടുത്ത് കുടിച്ചു. പകുതി പാൽ കൊടുത്തു. ഷുഗർ കൊടുത്തു. ഷുഗർ കുടിച്ചു. അങ്ങനെ 7 പാൽ കൊടുത്തു. അപ്പോൾ ജിമ്മിൻ പറയാം, നീ കുടിച്ച പാല് എന്ത് നിനക്കും അറിയോ? 7 കുടിച്ചതുകൊണ്ട് വൈഫ് കുടിക്കണ്ടേ? അങ്ങനെ എനിക്കും അവിടെ, നീ എന്ന് കുടിച്ചോ? ശരി, ഓക്കെ. അങ്ങനെ 7 സംസാരിക്കാൻ തുടങ്ങി. നിനക്കെന്താ പ്ലാനുണ്ടോ? എങ്ങനെ അതെ, ഞാൻ ഒരു ചോദ്യം കേൾക്കട്ടാ. നിങ്ങൾക്ക് എങ്ങനെ മലയാളം അറിയോ? അങ്ങനെ കേട്ടു. അത് കേട്ട് ബാക്കി എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്ത് നിങ്ങൾ സ്മൈൽ ചെയ്യാം? അതെ, എനിക്ക് നിങ്ങൾക്ക് അതെ പറയാൻ മറന്നുപോയി. അവർ മലയാളം നന്നായിട്ട് പഠിച്ചായിരുന്നു. ആറാമാണ് സംസാരിക്കുന്നത്. ആറാമക്ക് മലയാളം നന്നായിട്ട് അറിയും. ആറാം പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അറിയും. ഇനി ഇവരെ പകുതി മാത്രമേ ഇവർ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ നാൾ എടുത്തെടുക്ക്. അത് ഞാൻ വലിയ ബെഡല്ലേ മോസൽ കിടന്നുറങ്ങി. എടുത്തെടുക്കും. ശരി. അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങാൻ നോക്കുമ്പോൾ അതെ ജിമ്മിൻ്റെ കൈ, അതെ ജിമ്മി വന്ന് ഇടുപ്പ് പിടിച്ചു. എന്ത് ഒന്നല്ല കിടന്നോ ജിമ്മി ഇങ്ങനെ. അങ്ങനെ പെട്ടെണ്ണിച്ചു ജിമ്മി തോന്നുന്നു. അപ്പോൾ ബാക്കി അങ്ങനെ നോക്കുമ്പോൾ ബെഡിൽ ആരില്ല, ജിമ്മി മാത്രമേ ഉള്ളത്. ജിമ്മി കിസ് അടിക്കാൻ തുടങ്ങി. കിസ് അടിക്കുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞു കിസ് അടിക്കുന്നു. എന്ത് ലവാ? അത് കിസ് എടുത്ത് അവർക്ക് എല്ലാം നടന്നു. അങ്ങനെ കൊണ്ട് ജമീൻ സംസാരിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ജമീൻ പറയാൻ തുടങ്ങി, എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്ത്? അതെ നിങ്ങളുടെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ജമീൻ പറഞ്ഞു. അങ്ങനെ നൈറ്റ് ഷുഗർ വന്നു. എന്ത് ഷുഗർ ആണോ? നെക്സ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഓരോന്നെടുത്തു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയി തുടങ്ങി. ഹലോ റോസ് പറയാൻ തുടങ്ങി. എന്തടി നടക്കുന്നടാ? എടി ഞാൻ വീട്ടിലാണ് ഉള്ളത്. എന്ത് 7 പ്രപ്പോസ് ചെയ്തോടി മച്ചി? എന്ത് 7 തന്നെ പിടിക്കുമോ? അതേടി അവർ ഫ്യൂച്ചർ വൈഫ് അവർക്കത് തന്നെ. അങ്ങനെ 7 ഡാൻസും സോങ്സൊക്കെ പോയിരുന്നു. മച്ചി നീ എന്താ ചെയ്യാം? ഇല്ലടി അവർക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിലാണ് ഉള്ളത്. എന്ത് മച്ചി? എടി അവളില്ലേ? ആരാ? അതെടി പ്രീത്തിയില്ലേ, പ്രീത്തി. അവൾക്കെന്താ പറ്റിയടി? അവളിവിടെ കരഞ്ഞുകൊണ്ടുള്ളതാ. എന്തടി പ്രീത്തിക്ക് എന്താ പറ്റി? എടി മച്ചി, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകും പറഞ്ഞില്ലേ? അതെ മച്ചി, ഞാൻ മാത്രമല്ലല്ലോ, ബാക്കി ഗേൾസല്ല ഇവിടെ. എടി എന്ത് ചെയ്യാറില്ലടെ, അവളുടെ അച്ഛനമ്മ സാഡായിട്ടുണ്ടടി, സങ്കടത്തിൽ വീട്ടിൽ വന്നിട്ടുള്ളത്. ഇപ്പം എന്ത് ചെയ്യാന്ന് അറിയില്ലടി. ഓക്കെ, അവരോട് ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ ഡി, ഞാനവിടെ സംസാരിക്കുക. ഹലോ അങ്കിൾ. എന്താ മോളെ? ഇപ്പം എന്താ ചെയ്യുക? ഇവരൊക്കെ മാരേജ്, അതെ ഇവരെ ആരും ഇവിടെ മാരേജിൽ പറയാൻ കേൾക്കില്ല. അതെ എല്ലാവർക്കും പേടിയാണ്. അതുമാത്രമല്ല ഇവരെ മാരേജ് പ്രോബ്ലം, അവർ ബോയ്സ് ഇറങ്ങാൻ പോവാൻ ജയിലിന്. അങ്കിൾ ആൻറ്റി
ഒരു ഞാൻ പ്ലാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ചെക്കനെല്ലാം ഓക്കെ ആണല്ലേ നിങ്ങളെ കുട്ടികൾക്ക്? ആ ഓക്കെ മോളെ, അതിപ്പോൾ എന്ത് ചെയ്യാം? അതെ അതെ അവർ ബാക്കി ഗേൾസ് എല്ലാം അവർ കൊറിയൊക്കെ വരാൻ പറയും. അങ്കിൾ ആൻറ്റി നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങളെ നാട്ടിലേക്ക് പോയിക്കോ അങ്കിൾ ആൻറ്റി. അതെ ആൻറ്റി നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങളെ ഹസ്ബൻഡ് എടുത്തുകൊണ്ട് പോയിക്കോ. ആൻറ്റി അതെ നിങ്ങളെല്ലാവരും ആൻറ്റീൻ്റെ ഹൗസ് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. എന്ത്? അതെ അവിടെ പ്രോബ്ലം വരും അങ്കിൾ, അതുകൊണ്ട് നിങ്ങൾ ഹൗസിലേക്ക് പോയിട്ട് ശേഷം അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തു. അതെ അങ്കിൾ നിങ്ങൾ ഡൽഹിക്ക് വന്നാൽ മതി. ഡൽഹിന് ശരി ഓക്കെ, നിങ്ങൾ അവിടുന്ന് ഡൽഹിക്ക് വന്നാൽ മതി. അതെ ഞാനൊരു കാർ അയക്കാം, നിങ്ങൾ അതിൽ കയറിയാൽ മതി. ടിക്കറ്റ് ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വന്നാൽ മതി അങ്കിൾ ആൻറ്റി. ശരി മോളെ. അതെ നിങ്ങൾ കോൾ ചെയ്ത ശേഷം എനിക്ക് കോൾ ചെയ്യാം അങ്കിൾ ആൻറ്റി. അതെ അങ്കിൾ ഇത് എൻ്റെ ഈ അങ്കിളിൻ്റെ ഫോണാണ്. ഇത് ഈ നമ്പർ ആർക്കും അറിയില്ല, ഇത് ഞാൻ അവൾക്ക് പുതിയ ഫോൺ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞങ്ങളുടെ ഫോൺ ചേഞ്ച് ചെയ്യും, നിങ്ങളെല്ലാവരും ഫോൺ എറിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ പ്ലാന് കാര്യമെല്ലാം പറഞ്ഞു. അങ്ങനെ രാവിലെയായി അവരെല്ലാവരും ആൻറ്റീൻ്റെ ഹൗസൊക്കെ പോയി. അവിടുന്ന് ഡൽഹിക്ക് എത്തി. ഓക്കെ ഹലോ ഹായ് ഐ എം ഡേവിഡ് ആണ്. ഓക്കെ മാം. നിങ്ങൾ റോസാണല്ലേ? യെസ്. ഓക്കെ റോസാണല്ലേ? അതെ നിങ്ങൾക്ക് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടോ? അതെ നിങ്ങൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ഒന്നും കാര്യം പറയണ്ട, നിങ്ങൾ പ്രൈവറ്റ് ജെറ്റിൽ നിന്ന് കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറി. ഓക്കെ ഡൽഹിന് ഫ്ലൈറ്റിൽ കയറി കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ പറന്നു പോയി. ഡേവിഡ് പറഞ്ഞു ഞാനും കൂടെ വരാം. അതെ ഞാൻ ഈ ഫ്ലൈറ്റിലാണ് വന്നത് അങ്ങനെ പറഞ്ഞു. എല്ലാവരും ഫ്ലൈറ്റിൽ കയറി കൊറിയക്ക് എത്തി. അവിടെ ഡേവിഡ് പറഞ്ഞു ഹായ് മച്ചാ റോക്കി. റോക്കി പറയൂ. ഡ്രൈവറായിരുന്നു. റോക്കി പറഞ്ഞു നിങ്ങൾ കയറിക്കും മാം. ഓക്കെ അങ്ങനെ ഒരു ഹൗസൊക്കെ കൊടുന്നു. ഇതാരാ ഹൗസ്? ഹായ് മച്ചി. പ്രിയ നീയാണോ? അതേടി മച്ചി. എന്തടി എന്ത് പ്രോബ്ലം ഒന്നും സോൾവ് ആയോ? സോൾവ് ഒന്നും ആയിട്ട് കഷ്ടോടി.